കണ്ണാണേ നോക്കണത്. നല്ല വൃത്തിയായിട്ട് ഒരു ഡാൻസ് എടുക്കാൻ വേണ്ടിട്ട് അച്ഛനും ഉണ്ട് മോനും ഉണ്ട്. പോണ വഴിക്ക് അവര് പോകുന്ന വഴിക്ക് ഇതിനെയും കിട്ടിയിട്ടുണ്ട്. എന്താ നിറം വെപ്പിച്ചിട്ടല്ലേ ഇടുള്ളൂന്ന്. നിറം വെപ്പിച്ചേക്കാം. വീഡിയോ വെറുതെ എടുത്തോന്നേ നമുക്ക്. കട്ട് ചെയ്യട്ടെ. ഞങ്ങൾക്ക് യുവാക്കൾ ഇപ്പൊ സാരി എടുക്കുന്നത് വേണ്ട. ഇവരെ പോലുള്ളവരെ ചുരിദാർ. എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭ്രാന്തായതാണോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ആർക്കും ഭ്രാന്തായിട്ടില്ല, എനിക്ക് മാത്രമാണ് ഭ്രാന്തായേക്കണത്. പക്ഷേ എന്നെപ്പോലെ ഭ്രാന്തുള്ള ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അവരൊന്നും മിണ്ടാതിരിക്കണ്ട. ഇപ്പോൾ അല്ല, എനിക്കറിയാം ആരൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അപ്പുറത്തും നോക്കുന്നുണ്ട്. ഞാൻ നോട്ട് രക്ഷപ്പെട്ടെ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് സത്യത്തിൽ ഇങ്ങനത്തെ ഭ്രാന്തൊന്നും ഇല്ലാത്തൊരു ഞാനാട്ടെ. ഇതിപ്പോൾ ശരിക്കും ഹവൈഷൻ നോക്കി മേക്കപ്പ് ഇട്ടോ അല്ലെങ്കിൽ അപ്പുറമൊക്കെ ചുളുങ്ങിയൊക്കെ ഇരിക്കുക കേട്ടാ കണ്ട. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഭ്രാന്തൊന്നും ഇല്ലാത്തതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു ഒരു കുടിയലൊക്കെ ഉണ്ട് നമുക്ക്, നമ്മളെ കുടുംബത്തിൽ നമ്മളെ വലിയച്ഛൻ്റെ മോൻ്റെ കുടിയലൊക്കെയാണ്. അപ്പോൾ ഹൗസ് വാമിങ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് രക്ഷപ്പെട്ടാലോ, അതോ ബിരിയാണി കൊടുത്താലോ സലിംകുമാർ പറഞ്ഞാലോ. എവിടെ ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ട് നമ്മളിതേ പണ്ടത്തെ ചങ്ങരം തെങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കിടക്കണം. പക്ഷെ ഞാൻ മാത്രമല്ല കേട്ടോ, കാണിച്ചു ഞാൻ മാത്രമല്ല തേക്കുന്നത്. കുടിയല് പ്രവാടിച്ച് ഞാൻ മാത്രമാണ് തേക്കുന്നതെന്നുള്ള ചിന്ത ആരും പറയട്ടെ. നാട്ടുകാർ മുഴുവൻ കാണണം. കാണിച്ചോട്. അയ്യേ എന്താവുന്നു വെളുക്കാവണത് നിങ്ങളായിരിക്കും ശരിക്കും കണ്ട. ഇതിനാണ് നിങ്ങൾ എനിക്കിത് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ട് ഓടി നടന്നല്ലേ. അങ്ങനെ നീ മാത്രം വിളിക്കണ്ട. അയ്യോ സമ്മതിക്കില്ല. സൂമിങ് എടുക്കട്ടെ. ഞാൻ ഇപ്പൊ കാണാൻ വേണ്ടിട്ടല്ലേ ഇതെല്ലാം തേക്കുന്നത്. ആരാ കാണണ്ടേ? സിക്സ് പാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ മാർക്കറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എന്താ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിടുകയാണ് കേട്ടോ. നേരെ എവിടെ പോകണമെന്ന് വെച്ചാൽ അഴീക്കലാണ് സ്ഥലം കേട്ടോ. അഴീക്കൽ നമ്മളെ ചാൽ ബീച്ചിലേക്കാണ് പോണേ അല്ലേ. ചാൽ ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്ന്. എന്നിട്ട് വലിയ കുടിയല്ലോ ആണ്. ഇനിയിപ്പം നേരെ നമ്മളെ കുടിയൽ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. വീഡിയോ എടുക്കണ്ടേ കൈ നോക്കിയവരൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലേ. നാവെല്ലാം പുറത്തിട്ടിട്ടുണ്ട്, ഞാൻ ഉത്തരവാദിയല്ല. പണിയില്ല എന്താടിയത്? അയ്യോ ഞാനിവിടെ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല. ചെരുപ്പാ എന്തെങ്കിലും ഉണ്ട് അതിനെ എടുക്കാൻ വേണ്ടി. സുരക്ഷിതമായിട്ട് വെച്ചേക്കാണ് വണ്ടിയുടെ ഉള്ളില്. ഒരു സഞ്ചിയിലെടുത്ത് വെച്ചുകൂടെ മനുഷ്യ. ഞാനാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെല്ലാം പറഞ്ഞേനെ. ആഹാ ഇതാണ് കുടിയല് വീട്. വാവ് കൊള്ളാം അല്ലേ, അടിപൊളി. ലുക്കിലൊക്കെ വന്നതായിരുന്നു. ലുക്കിലെല്ലാം വന്നിട്ട് ഇപ്പം അതേ നോക്കി. ഇതാ പറയണ വീപ്പേ ഒരു കാർ എടുക്കണമെന്ന് കോലം നോക്കി നല്ല മേക്കപ്പൊക്കെ ഇട്ട് വന്നതാ. വിളിക്കുന്നുണ്ട്. ശരിക്കും നാളെ ഇട്ടാ കുടിയല്. നമ്മൾ ഇന്ന് വന്നതാണ് അല്ലേ. ശരിക്കും ഒന്നും പറഞ്ഞില്ല, ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അന്നേരം ആ മേക്കപ്പൊക്കെ ഇട്ട് മറ്റേ കടലപ്പൊടിയൊക്കെ തേച്ച് കഴിഞ്ഞതല്ലാണ്ട് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ചടുകൂടുമായിരുന്നു. നിങ്ങൾ മുടിയിരുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ മുടിയിരുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ പാടില്ല. പിന്നെ അപ്പം ഇതിപ്പോൾ നമ്മളെ അറിയപ്പെടാ ചേട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കുടിയലാണ് കേട്ടോ. അങ്ങനെയാണ്. അതെ നിങ്ങളെ അച്ഛൻ്റെ മോൻ്റെ അല്ലേ? അല്ല നിങ്ങൾ സോറി എല്ലാം മാച്ചോളാം. അവയപ്പെടാ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെതാണ് കുടിയൽ കേട്ടോ. അതായത് അവയപ്പെടാ ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോൻ്റെ കുടിയൽ. അത്രയേ ഉള്ളൂ. കുടിയൽ ഹൗസ് വാമിങ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് കയറട്ടെ. അതിൻ്റെ മുന്നിൽ അവരൊക്കെ അവിടേക്ക് ഇരുന്നിട്ട് എന്തൊക്കെയോ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി അതിനകത്തൊക്കെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നാളെ 1-ാം തീയതിയാണ് കുടിയൽ. ഞങ്ങൾ 30-ാം തീയതി ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് വിശദമായിട്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ടൊക്കെ വരാം. വീടിൻ്റെ ഉടമസ്ഥനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. നല്ലൊരു ഡ്രസ്സൊന്നും കിട്ടിയില്ല. ദൈവം ഇതെന്താണ് ഇപ്പോഴേ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇറങ്ങുന്നത്. നിങ്ങളെ ഏട്ടൻ എന്താ ഇങ്ങനെ കേറട്ടെ. ജ്യോതിയുടെ കിണറ് നല്ല കളർഫുള്ളാണല്ലോ. അടിപൊളി പൊളിച്ചിട്ടാ കിണറ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി തല്ലിക്കേറ്റണ പോലെ ഉണ്ടല്ലോ. നന്ദു ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോകുന്നല്ലേ. വാവ് കൊള്ളാട്ടാ. നല്ല ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. നാളെയാണ് വന്നെങ്കിൽ ഇവിടെ ആരും ഒന്നും കിട്ടൂല.
ഞാൻ ഒരു മനുഷ്യനില്ല അതുകൊണ്ട് നല്ല വിശദമായിട്ട് എടുക്കാൻ പറ്റി. അടിപൊളി. ആയി കൊള്ളാലോ. എടി എൻ്റെ അമ്മയൊക്കെ എവിടെ പോയടി? ആ അടിപൊളി കേട്ടാ, നല്ല ഉണ്ട്. ഇത് ആരും ഉണ്ടോ നമ്മളെ? വാ പൊളിച്ചിട്ടാ, അടിപൊളി. അയ്യവാ കൊള്ളാം. ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് തിരിയുന്നതാ? വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞല്ലേ? പേടിക്കണ്ട, ആരും എടുക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ഒതുക്കണം അത്ര അല്ലേ? ഓക്കെ, ഇന്ന് തിരക്കില്ലാണ്ട് എടുക്കാലോ. എടി അമ്മയുടെ പോയെന്ന്? അപ്പറുണ്ടാ? ഇവിടെ അനൂനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ട്. ശരിയാണ്, ചെമ്മീന്നുള്ള അമ്മയുടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ അങ്ങോട്ടൊന്നും പോയി നോക്കാം അല്ലേ? അല്ല ഈ ചെമ്മീന്നുള്ളാനാണെങ്കിലേ വല്ല മാക്സിമം ഇട്ട് വന്നാൽ മതിയായിരുന്നെന്ന് എടുത്തിട്ടില്ല. വല്ല ആ ചായ എടുത്തുണ്ടാ? അടിപൊളി. ചെമ്മീന്നുള്ളവര് ഏത് കൈ കൊണ്ടാ വെക്കുക? നമ്മളെ ചേച്ചിരിക്കുന്ന കാണിച്ചിട്ടില്ല. സേതു മുത്തേ അന്ന് പോയിട്ട് പിന്നെ വിവരമില്ലല്ലോ. ഇല്ലമ്മേ, ഇത് വെളുത്തുള്ളി നന്നാക്കണമെന്നാണോ നല്ലത് ചേച്ചി? ചെമ്മീന്നുള്ളതാണോ നല്ലത്? വെളുത്തുള്ളി അതാ നല്ലത് തോന്നല്ലേ? നമ്മളെ കൈ നാറൂല. ഇത് കാണൂട്ടവര്. നന്ദു ഇവിടെ പിടിക്കാൻ തോന്നല്ലേ? ചെമ്മീന്നുള്ളണേ നല്ലത് ഇവിടെ തോന്നുന്നു. എന്തായാലും നല്ല ഗ്യാങ്ങാ, നല്ല ഗ്യാങ്ങിന്റെ കൂടെ ഇരിക്കാൻ. എവിടെ എന്താ അപ്പം ഞാൻ എന്തായാലും നമ്മളെ ചെമ്മീന്നുള്ള ഗ്യാങ്ങിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി ഇപ്പുറം വെളുത്തുള്ളിൽ വന്നിരുന്നു കേട്ടാ. നൈസായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവരെന്തായാലും വീഡിയോ കാണുമ്പോൾ വിചാരിക്കണ്ട മതി മുങ്ങിയതാണല്ലേ എന്ന്. ചേച്ചിനെ മാത്രമേ എടുക്കാണ്ടുള്ളൂ. ആ നല്ല കോലുണ്ട്. വീടിന്റെ ഉടമസ്ഥരെ 2 ആൾ എടുക്കണ്ടേതാ, ഇവർ 2 ആളാണ് കേട്ടാ. അത് കുഴപ്പമില്ല, നാളെ നമുക്ക് അടിപൊളി കോലത്തിൽ കാണിക്കാം. ഇത് മോൻ അല്ലടി, ഞാനെന്തിനാ ഇപ്പൊ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്ന? അവിടെ വെളുത്തുള്ളി നന്നാക്കിയിരുന്ന ഞാനാന്ന് വെളുത്തുള്ളി നന്നാക്കിയിരുന്ന ഞാനാന്ന്. ഇവള് ആരാണെന്ന് വെച്ചാല് എന്താ പറയാ, ഏതോ അവള് അങ്ങനെയൊന്നല്ല കേട്ടോ. ഇവക്ക് ഞാൻ അമ്മായി ആയിട്ടാ വരും. അമ്മായി പക്ഷെ ഇവക്ക് 30 വയസ്സുണ്ട്, എനിക്ക് 31 വയസ്സുള്ളൂ. 31 വയസ്സേ ഉള്ളൂ. ആ 3 വയസ്സിന് വ്യത്യാസമുണ്ട്. അമ്മായി ഒന്നും ഞങ്ങൾ വിളിക്കണില്ല. ഇല്ല, ഞങ്ങളിപ്പോ സനീനെ വിളിക്കാറുള്ളൂ. ആ സനി, നിങ്ങൾ വിളിക്കുന്ന പോലെ എല്ലാവരും വിളിക്കുന്ന പോലെ വിളിച്ചനി ഇല്ല കേട്ടോ. ഇവിടെ തന്നെ മാമീന്ന് വിളിക്കണം, അമ്മായി എന്നൊക്കെ വിളിക്കണം. പിന്നെ ഞങ്ങളിപ്പോ അല്ലേ വിറകെടുക്കാനാ പോകുന്നു. അമ്മേ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി വന്ന എന്നെ കൊണ്ട് നീ വിറകെടുപ്പിക്കോ? വിറക് കൊണ്ടാടി. ഓക്കെ വലിച്ചോ. ഇവിടെ നിന്ന് എടുക്കണത് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ എടുക്കുന്നേ. പാപ്പണ്ടാ എൻ്റെ അമ്മയെ പേടിച്ചോട്ടാ. എടുക്കെടുക്ക പായ്ക്ക് അത് പോയി. പാമ്പുണ്ടാവൂട്ടാ, നോക്കണേ. അമ്മായി വീഡിയോ നമ്മൾ എടുത്തിട്ട് നിറമ്പിച്ചിട്ടല്ലേ ഇടുള്ളൂ. ഓ വീഡിയോ ചോദിച്ചത് നോക്കി അമ്മായി. വീഡിയോ നമ്മൾ എടുപ്പിച്ചിട്ട് നിറം വെപ്പിച്ചിട്ടല്ലേ ഇടുള്ളൂ. നിന്നെ വെളുപ്പിച്ചാന്നേക്കാ പോരെ? മോളെ എന്താ നിറം വെപ്പിച്ചിട്ടല്ലേ ഇടുള്ളൂന്ന്? നിറം വെപ്പിച്ചേക്കാം. നീ എടുക്ക്, ധൈര്യമായിട്ട് എടുക്ക്, നിറം വെപ്പിച്ചാ പോരെ. പാമ്പുണ്ടാവോ? ആക്കെ ഞാൻ എടുക്കണ്ട്. ഒന്നില് ഫോണുണ്ട് മതിയല്ലേ? എന്നിട്ട് ഡൈപ്പോണിയാണല്ലേ അവിടെ നിന്ന് മാറിയിരിക്കുന്ന. അവിടുത്തെ ചെമ്മീന്നുള്ളിടത്തൊന്നും വെളുത്തുള്ളി നോക്കുന്നിടത്തൊന്നും മാറി നിൽക്കാനൊരു സമയം കിട്ടിയതാണ്. ഇങ്ങനെയാണ് ഡൈപ്പ്. എന്താ ഇപ്പം വലിക്കുന്നത്? എന്താ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും സാധനം എടുത്തിട്ട് വന്നു. കണ്ട പൈപ്പ് അങ്ങോട്ട് തിരിച്ചിടിച്ചു ഇപ്പേ വെള്ളം വീഴും. ഓണാക്കിയിട്ടില്ലേ? നന്ദപ്പോയി നന്ദുവിന് ആരുമില്ല കളിക്കാൻ കൂട്ട് ഇല്ലേ? നന്ദു ഉണ്ണിക്കുട്ടനൊക്കെ എവിടെ പോയി? അവരെ ഇപ്പോൾ വരാൻ പോയി. ആ ഓക്കെ, അവരെ ഇല്ലേ വന്നിരാന്ന് പറഞ്ഞിട്ട് ഇല്ലേ പോയാ. നമ്മളിങ്ങനെ കറങ്ങി ചുറ്റി അടിച്ച് നടക്കുകയാണ്. അത് ഞാൻ നേരത്തെ വന്നപ്പോൾ ഇത് മാത്രമല്ല, ഇത് പ്രസവിച്ച ഇത് ഇപ്പം 2 ഇത് ഞാൻ കണ്ടുവച്ചതാണ്. ഇത് അടിപൊളി. ഇപ്പം വന്നപ്പോൾ ഇവിടെ തന്നെ 2 ഉണ്ട്. സൂപ്പർ. ആ പിന്നെ ബാ എടുക്കണുണ്ട് പോരെ. നമ്മളിങ്ങനെ ചൂലൊക്കെ പിടിച്ച് പോയാണ്. ഇപ്പൊ എല്ലാരും കേൾക്കണം സനി നിനക്ക് നല്ലൊരു കൂട്ട് കിട്ടിയല്ല ഇവിടാന്ന്. ഇല്ല ഇതൊക്കെ പഴയ ഓൾഡ് കൂട്ടാ. ഇതൊക്കെ ഓൾഡ് കൂട്ടാ. ഇതിനൊക്കെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്നതാ. ഞങ്ങൾ മേലെ എത്തി. മേലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മേലെ അടിപൊളി ഇങ്ങനെയൊക്കെ അല്ലേ. മേലെ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലേ, ബാക്കിയുണ്ട്. എന്നാലും കൊള്ളാം കേട്ടോ. ഷീറ്റെല്ലാം വിരിച്ച് ഇനിയിപ്പോൾ അടിച്ച് വാരണം.
ചൂല് നമ്മളെ കയ്യിലുണ്ട്. അനു ഞങ്ങളെ ചേച്ചി, നമ്മളെ ചേച്ചിയുടെ മോന്റെ ഭാര്യയാണ് കേട്ടോ, അല്ലേ? അബീന്റെ അല്ലേ? അബീന്റെ ഭാര്യ. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. നമ്മൾ തൃശ്ശൂർക്കാരാണ് കേട്ടാ. അല്ല ഞങ്ങള് തൃശ്ശൂരാ, ഞങ്ങള് തൃശ്ശൂരില്ല, ഞങ്ങൾ എറണാകുളല്ലേ? അല്ല എറണാകുളം പൊയ്യേല് ഞങ്ങളല്ല, പൊയ്യേന്റെ ഇപ്പുറമാണ് ഞങ്ങൾ ഉണ്ടായത്. അതായത് തിരുത്തിപ്പുറം, വെള്ളോട്ടുപുറം, അവിടെ കോട്ടപ്പുറം. അതെ, അത് തൃശ്ശൂർ ജില്ലയിലെ അവിടെ കട്ടിയിട്ടെ, ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. ഇത് നമ്മളെ സേതുവേച്ചിന്റെ മരുമോളാണ്. ഇപ്പൊ ബന്ധം മനസ്സിലായില്ലേ? സേതുവേച്ചി അവിടെ പെങ്ങളാണ് കേട്ടാ. പിന്നെ വലിയച്ഛന്റെ മോന്റെ കുടിയിലാണ് ഇപ്പൊ ഞങ്ങൾ വന്നേക്കണത്. ഏകദേശം ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? ഇവിടെ നേരത്തെ എന്റെ കൂടെ ഉണ്ട്, അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതാരാണ് മരുമോളാണ് കേട്ടാ. അതന്നെ, മകന്റെ ഭാര്യ. അപ്പൊ അതങ്ങനെയായി. ഇനിയിപ്പോ സേതുവേച്ചി പറയുന്നത്, ചേച്ചി അരക്കെല്ലാം കെട്ടിട്ടല്ല നിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തലേന്നുള്ള ഒരു എന്തായാലും വീടെല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. ആ തിരക്കിലാണ്. അപ്പൊ നാളെ എന്തായാലും നാളെ ഒരുങ്ങും പോലും. നാളെ ഒരുങ്ങുമെന്ന്. നാളെ എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കും അല്ലേ? പിന്നൊക്കെ നമ്മളെ പരിപാടി കാണട്ടെ. നേരത്തെ പൈപ്പ് പിടിച്ച് നിന്നിട്ട് ഇപ്പഴാ വെള്ളം വന്നേ? കുടിയല് വീട്ടില് വന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് വയ്യ നന്ദുവിന് അല്ലേ? അവിടെ നല്ല ചൂടുവെള്ളം കിട്ടൂലേ? അത് പോരാ, പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കണം അല്ലേ? അയ്യോ, കമ്പനി ഇല്ലാത്തതുകൊണ്ട് നന്ദുവിന് ബോറടിക്കുന്നത്. അങ്ങനെ നന്ദു നാളെ സ്കൂളൊന്നും കളയണ്ട, പോയിക്കോ, സ്കൂളിൽ പോയിക്കോ കേട്ടാ. ബോറടിക്കും അതാണാ. സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോ ബോറടിയില്ല, അതുവരെ ബോറടിയായിരുന്നു. നടക്ക് നടക്ക് നടക്ക്. വീട്ടിലെന്തായാലും പൊടി ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ മഴയാണല്ലോ. വെള്ളം മേടിച്ച് കൊടുക്കാണ്ട് ഇനി ഒരു സമാധാനം കിട്ടൂല. ചാടട്ടെ അയ്യോ. കടയിൽ വന്ന് നമ്മുടെ കച്ചവടം വരെ തുടങ്ങി കണ്ട. കച്ചവടം നമ്മളോട് ഒരു നാട്ടിൽ വന്നാല് നമ്മൾ സെറ്റ് ആവുന്ന പറയണ ഇതാണ് ഈ വെള്ളം. സരോവരം വെക്കുന്നതിന് മുൻപ് നമ്മളെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. എന്താ വേണ്ട, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കുളിക്കാനൊക്കെ പോയി അല്ലേ? ഡ്രസ് ചേഞ്ചിനൊക്കെ പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ രാത്രി പോകൂലേ നന്ദു? നമ്മള് രാത്രി നമ്മളെന്തായാലും ഒരു 9-9:30 ആകുമ്പോ പോണോന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പോണമെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് കളിക്കാനൊന്നും ആരും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ടാബൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എല്ലാരും ഫോണിലും അതിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇവന് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല ഞങ്ങള്. അപ്പൊ ആ ഒരു ടെൻഷനുണ്ട്, അതുകൊണ്ട് വേഗം പോണം എന്നാ പറയുന്നത്. ഞങ്ങള് പിന്നെ എന്തായാലും രാത്രി പോയിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ ഇങ്ങോട്ട് എത്തും അല്ലേ? അങ്ങനെ പരിപാടി. പാലുകാച്ചിന് മുന്നേ ഇവിടെ എത്തും. ആ ഒരു പരിപാടിയിലാണല്ലേ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ രാത്രി പോവല്ലേ? പിന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇങ്ങനെ ചെറിയ പരിപാടിയിലൊക്കെ ഉണ്ട്. ഏറ്റവും വിലപ്പെട്ടൊരു സാധനങ്ങളൊക്കെ അലമാരിയിലിരിക്കുകയാണ് കേട്ടാ. ഇത് നാളെ പുറത്തിറങ്ങേണ്ട ആളാണ് അലമാരിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം അല്ലേ അതുട്ടാ ചേച്ചി? നാളെ പുറത്തിറങ്ങേണ്ട ആളാണ് അലമാരിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണത്. സന്ധ്യേച്ചി ഇപ്പം എന്നെ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇയാളെ കണ്ടിട്ടില്ല. ആഹാ, അടിപൊളി. ഇരിക്കേണ്ട സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടില്ലേ പുള്ളിക്കാരന്? ഇരിക്കേണ്ട സ്ഥലം സെറ്റാക്കിയിട്ടില്ലെങ്കിൽ പുള്ളി പണിക്ക് പോവേ. ഈ ഫോട്ടോ ഇവിടെയാണ് ഇരുന്നല്ലേ? നേരത്തെ ഇവിടെ ഉണ്ടായേ, ഇപ്പൊ ഇവിടെ വെച്ച്. അടിപൊളി. കുളിക്കാൻ പോയിട്ട് എത്ര സമയം പട്ടുസാരിയെല്ലാം എടുക്കാനാ പോയ? അല്ലടി നീയല്ലേ എപ്പാടി വരുന്നേ? എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വയറൊട്ടിച്ച് പിടിച്ച് ചത്തു പോകും ഞാൻ. വിടട്ടെ വയറ്. കട്ട് ഞാൻ അടിക്കണ്ടേ?
ഇപ്പൊ എല്ലാരും വിചാരിക്കണ്ടാവേ ഇവിടെ മാത്രമേ ഉള്ളൂ കുടിയലിന് വന്നിട്ട് ഇവിടെ മാത്രമല്ലേ കാണുന്നുള്ളത്. ഇത് പോകുന്നില്ല, ക്യാമറ ഓണാക്കുമ്പോ അപ്പ വരിക ഓടി. ഇവിടെ ആളുണ്ട്, കൊറേ ആളുണ്ട്. ഞങ്ങള് ഞമ്മ അടിച്ചിട്ട് വരട്ടെ. അച്ചാർ ടേസ്റ്റ് ഉണ്ടാ? ഒരാൾ ഇവിടെ നിക്കണൊക്കെ അച്ഛ അച്ഛൻ. നല്ല ചെമ്മിക്കറി, ചെമ്മീൻ നേരത്തെ ഉള്ളിയത് കണ്ടിട്ടില്ലേ? അതേ ചെമ്മിക്കറി. എന്താ ചെമ്മിക്കറി ഇഷ്ടല്ലേ? അടിച്ചോ അടിച്ചോ. അങ്ങനെ ഞങ്ങളുടെ ഒരു ഡാൻസ് ഒക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാ. ഡാൻസിൽ ഈ ഒരാളും കൂടി ഉണ്ട്. ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ കൊക്കൈറ്റ് അടിച്ചിലൊക്കെ ഇടാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റയില്. കുടിയലിന് വന്നിട്ട് ഒരു ഡാൻസ് ഇറക്കിയില്ല എന്നൊരു പരാതി വേണ്ട, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പോയിട്ട് വേർത്ത് കുളിച്ചിട്ടാ. ഇനിയിപ്പോ അതേപോലെ തപ്പിയെടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. ഓക്കെ, ഇനി എന്തായാലും രാവിലെ കാണാട്ടാ. ഞങ്ങളിതാ കുടിയല്, അയ്യോ വെയില് 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 മാറട്ടെ. കുടിയലിന് ഇറങ്ങിയാണ് കേട്ടാ. ഇതാണ് ലുക്ക് കേട്ടാ. എന്തായാലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടോ എന്നും പറയാൻ പറ്റൂല. അപ്പോൾ അതിപ്പോൾ പൂട്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ഇതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കണ കാര്യമാണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത കേട്ടോ. ഹെൽമെറ്റ് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാ? എന്തായാലും ഒരാളോടൊക്കെ കണ്ട് ഓടി ഓടി കയറിപ്പോകുന്ന സാരി. ഒരു ലുക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നുണ്ടല്ലോ, അത്ര സുഖമില്ലാത്ത ഏർപ്പാടാണ് കേട്ടോ. ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നതില്ലല്ലോ, ഒരു സുഖമില്ലാത്തൊരു ഏർപ്പാടാട്ടോ. അയ്യോ എന്തൊക്കെയോ മറന്ന് എന്ന് പറഞ്ഞിട്ടെ. ഇവർക്കുണ്ടല്ലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സമയം ഉണ്ടാവില്ല. അയ്യോ എടുക്കട്ടെ എടുക്കട്ടെ, പോകല്ലേ. ഒരാളും കൂടി ഉണ്ട്. എപ്പോഴും ഫസ്റ്റ് ഇറങ്ങണം ഞാൻ. സാരിയെ കൊടുക്കാൻ നിന്നപ്പോൾ ലാസ്റ്റായി. ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. വെയില് വെയില് വീട്ടെടുക്കട്ടെ. എല്ലാവരും മാറ്റി ഇറങ്ങിയപ്പോൾ സമയം പോയി. പോവാം പോവാം, ഭയങ്കര വെയില് എത്തണില്ല. മര്യാദക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. കയറ്. ഇനി വണ്ടിയിൽ പോയി പറന്ന് പാറിപ്പറന്നെല്ലാം വരുമ്പോൾ കടയത്തുമ്പോൾ ഒരു കോലാവും. ഇരിക്കണതാണ് പ്രശ്നം. നോക്കട്ടെ, ഹെൽമെറ്റ് വെക്കട്ടെ. അയ്യോ ആ ആയി ആയി വിട്ടോ. ആ റെഡി റെഡി റെഡി. സൈഡ് തിരിഞ്ഞിരിക്കലും വലിയ റിസ്ക് ആണല്ലോ. നല്ല ഭംഗി, ഒരു ഭംഗിയില്ല, ഒരു ഭംഗിയില്ല, ഒരു ഭംഗിയില്ല. ഒന്നില്ലെങ്കിൽ അമ്മനെ കാണുമ്പോൾ ഒരു ഇത് പറഞ്ഞിട്ടേ സന്തോഷമായിട്ടേ. സ്പ്രേ അടിക്കുന്ന ആരും കണ്ടില്ല, ലോകം മുഴുവൻ കണ്ട്. കണ്ട എനിക്കും കണ്ട. കാരണം ഫ്രഷായിട്ട് ഇവിടെ തന്നെ വന്നിട്ട് അടിക്കണം. വീട് കാണാണ്ട് നമ്മളിങ്ങനെ സ്പ്രേ അടിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുടിയൽ വീട്ടിലോട്ട് കയറട്ടെ കേട്ടാ. അപ്പോൾ മാവിന് പഞ്ചസാര ഇതായിരിക്കണം എനിക്ക്. അങ്ങനെ പറയരുത്, മാറി ഇട്ടിട്ട് കേട്ടോ. കുടിക്കേ പഞ്ചസാര വേണ? കൊറേ ആയിപ്പോയി. എന്ത് പഞ്ചസാര വേണം? എന്ത് വീഡിയോ എടുക്കണോ? എനിക്കിത് ഇങ്ങനെ പഞ്ചസാര കൂട്ടിട്ട് ഇതിനാണ് ഇഷ്ടം. കുറച്ചോളം പോലെ തിന്നണതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവള് പറഞ്ഞ അവൾക്ക് ഒരു ആഗ്രഹം ഞങ്ങൾ തിന്നണത് എടുക്കണം. അതിനല്ലേ മതിയാ? അങ്ങനെ മതിയാക്കി കൂടെ കുടിയിൽ വീട്ടുന്നുണ്ട്. നമ്മളെ കൃഷ്ണനെല്ലാം അടിപൊളിയായി. അനു ഇന്ന് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? ഇന്ന് കണ്ടിതേ ഓർഡർ. ഇത് ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ അത് മാത്രമേ ലേഡീസിന് ചിന്തയുള്ളൂ അല്ലേ? ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കണ്ടേ? ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കലും ഒരു വീഡിയോ എടുക്കലും ഒരു ഡാൻസ് എടുക്കലും ഇങ്ങനെയുള്ളൊരു ബഹളങ്ങളായിരുന്നു കേട്ടാ. പറയണ്ട. ഗണപതി ഹോമം കഴിഞ്ഞത് മുഴുവൻ നിങ്ങളെ നെറ്റിക്കണ്ടല്ലോ. ഒന്ന് കാണിച്ചു കൊടുത്തേ. കളഞ്ഞാ ഉള്ളു കളഞ്ഞാ. ഭക്തി അങ്ങോട്ട് കൂടിയിട്ടേ വായിത്തേച്ചൊക്കെ കരിയാണെന്നുള്ളൊരു ബോധമില്ലേത്. നമ്മൾ ഇതുവഴി ഒന്ന് കടപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടാ. ഇതുവഴി എത്തുമോ അറിയില്ല. നിങ്ങളെല്ലാം പണ്ടെല്ലാം ഓടി കിടന്ന സ്ഥലമല്ലേ? നിങ്ങൾക്ക് ഇപ്പം അറിയില്ലേ? എല്ലാം മാറിപ്പോയി. ലോകമേ തലത്തിരിഞ്ച് ഞങ്ങളൊന്ന്
നടന്നിട്ട് വരട്ടെ. ഈ വെയിലത്ത് കടാപ്പുറത്ത് പോയിട്ട് പൊരിയാനാ ഭഗവാനെ. വെയിലത്ത് പോണതിനോട് വലിയ താല്പര്യമില്ല. എല്ലാവരും വരണോ അത്ര, ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല കേട്ടോ. എന്നെ ഇതല്ലോ നമ്മപ്പം വഴിയൊന്നും ഇല്ല കേട്ടാ. കടലു കാണാ കിളിക്ക. ഇതൊരു വലിയ കഥയാട്ടാ. ഒരു ഡാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് കടാപ്പുറം മുഴുവനും വെയിൽ കൊണ്ട് നടന്നു കേട്ടാ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തതോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരുടെ വീടിൻ്റെ മേലത്തെ ആ ഹാളിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ ആയിപ്പോയി എന്നൊരു തോന്നലുണ്ട് എടുത്തത്. പാവൻ്റെ കവിയപ്പയും എൻ്റെ മോനും കൂടി കഷ്ടപ്പെട്ടു പോയിട്ടാ. എന്നിട്ട് അവർ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ അവർ നല്ല ചീത്തയും പറഞ്ഞു, നീ ഞങ്ങളെ കൊണ്ട് ഈ പണി മുഴുവൻ എടുപ്പിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ ഇതിന് മുന്നേ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഡാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ട് മോനും ഉണ്ട് കേട്ടാ. ഓ ഒരു ഡാൻസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു അഴീക്കല് നല്ല സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. ഓ ഇല്ല, അഴീക്കല് നല്ല സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു മേനയായിട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു റീല് ഒരു പാട്ട് ഇതൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും കിട്ടണില്ല. ഈ വെയിലത്ത് നടന്ന് ഞാൻ കരിവാളിച്ച് പണ്ടാറടങ്ങി. ചേട്ടെല്ലാം വരുമ്പോക്കും അലമ്പാവല്ല നികിയെല്ലാം വരുമ്പോക്കും അവർ വരും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അവരൊരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ അവരെത്തും. നമ്മൾ പിന്നെ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. അഴിക്കൽ നാട്ടിൽ വന്നാൽ പിന്നെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടേ. പക്ഷെ ഒന്നും ഒരു ഉപകാരത്തിന് കിട്ടിയിട്ടില്ല കേട്ടാ. നടക്കോ ഇന്നെന്തെങ്കിലും പട്ടിത്തിട്ടുണ്ട്. അയ്യോ ചവിട്ടിപ്പോയി. നന്ദു എൻ്റെ ഡാൻസിലുണ്ട്. നന്ദു എൻ്റെ ക്യാമറമാനായിട്ട് ഞാൻ ഏറ്റെടുത്തത്. എന്നാ ഞാനേ പോത്താണ്. ഇവരങ്ങനെ നടന്ന് ഇവിടെ എത്തി കേട്ടാ. നമ്മൾ ഇതിലും ഭേദം അവിടെ എവിടെയെങ്കിലും സർബത്തും കുടിച്ചിരിക്കാൻ മതിയായിരുന്നു. പക്ഷെ ഒരു ഡാൻസ് എടുക്കാൻ വേണ്ടി ഇപ്പെടുന്ന പെടാപ്പാട്. നേരത്തെ ചെയ്ത പോലെ ചെയ്തേ കേട്ടോ. അത് നല്ല ഇതുണ്ട്. നീ എന്തെന്നാ കുറച്ച് ബാക്കിൽ നിന്ന് കളിക്കുന്നല്ലേ പറയുന്നത്, പിന്നെ നീ ഏടെ മുന്നോട്ട് വരുന്നത്. അയ്യോ അയ്യേ, ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ടാങ്ക് കലക്കുന്നുണ്ടാവും. അതെന്ത് കണ്ടുപിടിച്ചു? ടാങ്ക് കലക്കുന്നുണ്ടാവും. കുട്ടികള് ഇല്ലേ? ഏത് എന്നാ നിങ്ങൾ മുന്നിലടക്ക്. വഴി ഞങ്ങൾക്ക് അറിയോ? മുമ്പ് വന്നാലാണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിടക്കുന്നു. വഴി കൂടെയൊക്കെ കയറി സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇതെല്ലാം നോക്കണേ. അടിച്ച് വീണ കളിക്കും. നിങ്ങളെ പറയൂ, നിങ്ങൾ ഇങ്ങനെ വഴിയില്ലാത്ത വഴി കൂടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വീടിന്റെ ഉടമസ്ഥരം ഒന്ന് എടുക്കട്ടെ. ബാ നിന്നായ ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തർ ഇത്രയും തിങ്ങിയിരിക്കണം അല്ലേ? എടേ മതി, കഴിഞ്ഞ് ഇറങ്ങി വാ. നീ എങ്കിലും ഒന്ന് ഇറങ്ങി. സേതുലക്ഷ്മി സേതുവച്ചി ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ, കൊള്ളാലോ. അടിപൊളിയാണല്ലേ? നല്ല ഡ്രസ്സല്ലേ? ഹായ് എല്ലാരും എത്തിയിട്ടുണ്ട്. എല്ലാരും എത്തി തുടങ്ങി. അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ പാല് കാച്ചിലും കൂടി ഇതാ ഇവിടെ കഴിഞ്ഞൊക്കെയുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല പതഞ്ഞ് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കാണൽ കുറച്ച് അപൂർവമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് പതഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഒപ്പം എന്താ നമ്മളെ സ്മിതേച്ചിയും ജിതേച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ ചേട്ടയും നികിയും അവരും എത്തിയിട്ടുണ്ട് കേട്ടോ. വിന്ദേച്ചീനെ നേരത്തെ അവിടെ തന്നെ കണ്ടിട്ടുണ്ട്. വിന്ദേച്ചിനെ എനിക്ക് വീഡിയോയിൽ പകർത്താൻ വേണ്ടി പറ്റിയില്ലതാ. അപ്പോൾ വിന്ദേച്ചിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുപ്പിച്ചിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി എടുപ്പിക്കായിരുന്നു തന്നെ. കണ്ടില്ലേ അനു? കണ്ടില്ലേ? നീയല്ലേ എന്നെ കാണണം, കണ്ടില്ലേ? അതുകൊണ്ട് അവള് ഉച്ചവരെ ലീവ് എടുത്തിരിക്കായിരുന്നു.
നീ എന്താ മൂക്കുത്തിടാൻ മറന്നുപോയത്? മുന്താട്ടെ ഭർത്താവിന് ശ്രദ്ധിച്ചൂടെ? കാലിനടിയായിട്ട് കാലിലേ പോണ്. നല്ല പായസം തിന്നോക്ക് വേണമെങ്കിൽ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, തിന്നോക്കട്ടെ. തിന്നാട്ടി ഇന്നടി ദശ. ഓ നാളം കെട്ട ഷുഗർ കട്ട്. ആ വന്നിട്ടാ പോകണ കണ്ണാണേ നോക്കണത്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഒന്നും നോക്കാനില്ല. രാത്രിയിലത്തെ ബിരിയാണി ചെമ്പ് പഠിച്ചിട്ടേ വരും. ബിരിയാണി ആവശ്യത്തിന് അധികം കഴിച്ചിട്ടുണ്ട്. ഇല്ല എല്ലാം കഴിഞ്ഞപ്പോ ഈ സമയത്ത് എന്തായാലും കൂടെ ഉണ്ടാവില്ല. പോവല്ലേ നിങ്ങള്? അപ്പൊ ഇവര് പോന്നു. അപ്പൊ ഇനി ഞാനിപ്പോ ഇവിടെ കിടന്ന് വിലസട്ടെ. അന്നും കൂടി രാത്രി വരെ വിലസാൻ പോകും. അയാളുടെ സമയമല്ലേ, അയാളുടെ കാലമല്ലേ. ഞാൻ ആദ്യം സാരി കൊടുക്കാന്ന് വിചാരിച്ച പിന്നെ നേരം ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞ മൂക്കുത്തി ഇടാൻ മറന്ന്. കണ്ണാണെങ്കിൽ എഴുതി ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഡേ പോയി. ഓക്കെ ഓക്കെ ടാറ്റ ടാറ്റ. പോണ വഴിക്ക് അവര് പോകുന്ന വഴിക്ക് ഇതിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ ഇതും പോണ് ഇതമ്മേ പോണ്. ക്ലിയർ ഇല്ലല്ലോ. ഇതും ചെയ്യണം. അതൊന്നും ചെയ്യണ്ട. അതല്ലേ ഇപ്പൊ അവരറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരും പോണം. വിന്ദേശിയും പോകുന്നു. നമ്മളെപ്പോലുള്ള യുവാക്കൾ ഇപ്പൊ സാരി ഉടുക്കുന്നത് വേണ്ട. ഇവരെ പോലുള്ളവര് ചുരിദാർ ഇടുന്നത്. പാന്റ് ഷർട്ടിൽ ഇടുന്നു വിചാരിച്ചാണ് ഞാൻ ഈ ചുരിദാർ ഇട്ടത്. വന്നപ്പോ ഇവരൊക്കെ പാന്റ് ഷർട്ട് പോലെ ഞങ്ങൾ പാന്റ് ഷർട്ട് ഇടുമെന്ന് വിചാരിച്ചിട്ട് വിന്റേജ് ചുരിദാർ ഇട്ട്. ഞങ്ങൾ നോക്കുമ്പോ സാരി കണ്ട. ഞങ്ങൾ കഴിഞ്ഞ നാടനായിട്ട് നിങ്ങളൊക്കെ നോക്കിയേ. അല്ല ഇവര് ഇനിയിപ്പോ ഇതിടുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇടാ. അപ്പൊ എന്തായാലും പോയിക്കോട്ടാ. ടാറ്റ. അവരോടെ നോക്കിക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളൊരു കുടുംബത്തിൽ ആർക്കും എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിലൊരു ചങ്ങല ഇങ്ങനെ കൊളത്തി ഇങ്ങനെ കിടക്കുന്നൊരു ബന്ധമായിട്ടാണ് നമ്മളതെല്ലാവരും. അപ്പോൾ ഇവിടെ മുത്തപ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. കുടിയലെല്ലാം കഴിഞ്ഞു. അയ്യോ ഇരുട്ടായ. അപ്പൊ കുടിയലിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് പോടെ വീട്ടില്. കുറേ ദിവസമായല്ല കഴിക്കൽ കിടത്ത് കളിക്കുന്നു. ഇനി നമ്മള് വീട്ടിലേക്ക് പോകണ്ടിട്ടാ. അപ്പൊ ഇവിടെ നിപ്പിന് ഇവര് എന്തായാലും മുത്തപ്പൻ കഴിഞ്ഞിട്ടില്ല. മുത്തപ്പൻ കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗും നമ്മളിവിടെ വൈൻഡപ്പ് അടിക്കുകയാണ്. കുടിയൽ വീട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഇവിടെ മോട്ടർ അടിക്കുന്നുണ്ടല്ലേ, ഓഫാക്കുന്നില്ലാന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗെല്ലാം കഴിയാണ്. എല്ലാവരും കുറച്ച് ടയർഡായി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.